നമസ്കാരം. ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം, ഇന്നലെ മുതൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയൊരു വീഡിയോ പ്രചരണം നടന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കും, അത് വെള്ളിയാഴ്ച നിന്നെ തട്ടിക്കളയും എന്ന് മാത്രമല്ല, കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭീഷണിയുടെ രൂപത്തിലുള്ള ഒരു വീഡിയോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ വന്നു. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ സജീവമാണ്. ആര് എവിടെ നിന്ന് എന്തു പറഞ്ഞാലും ആ ആളെ തിരിച്ചറിയുവാൻ 24 മണിക്കൂറിൻ്റെ പോലും ആവശ്യമില്ല. എന്നാൽ ഇന്നലെ വൈകുന്നേരങ്ങളിലോടുകൂടി ആ വീഡിയോ ചെയ്തത് മലപ്പുറത്ത് തിരൂരുള്ള ഒരു മിഥുനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വീഡിയോകളും ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ ചെയ്ത വ്യക്തിയുടെ ആ ഭാവവും ഇതുമെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും അതൊരു മുസൽമാനാണെന്ന് തെറ്റിദ്ധരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിനെതിരെ വീഡിയോ ചെയ്ത ആളുകൾ, പോസ്റ്റിട്ട ആളുകൾ, ഞാനടക്കം പോസ്റ്റിട്ട ആളുകൾ, അതിൻ്റെ അടിയിലൊക്കെ അവൻ ഗൾഫിൽ നിന്ന് വരട്ടെ, നമുക്ക് നോക്കാം, അവൻ വന്ന് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുമ്പോഴേ നമുക്ക് പൊക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ കമൻ്റ് ഉണ്ടായിരുന്നു. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചെയ്ത എല്ലാ ആളുകളുടെയും പോസ്റ്റിനടിയിൽ. എന്നാൽ ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടത് മലപ്പുറത്തുള്ള ഒരു മിഥുൻ എന്ന ഒരാളാണ് ചെയ്തതെന്നും അതൊരു BJP കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോകൾക്കിടയിലും ഇന്നലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തെറി പറഞ്ഞ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആളുടെ വീഡിയോയുടെ പരിസരത്ത് പോലും കാണാത്ത നിരവധി ആളുകൾ ഇപ്പോൾ അതൊരു സംഖ്യയാണ് ചെയ്തത്, BJP കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്നുണ്ട്. നല്ല കാര്യം, കുഴപ്പമില്ലേ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇത്തരത്തിൽ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും ആക്ഷേപിക്കുകയും ചെയ്ത ഒരു വ്യക്തി, അവൻ ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസൽമാനാവട്ടെ, BJP കാരനാകട്ടെ, CPM കാരനാകട്ടെ, NDF കാരനാകട്ടെ, ആരുമാവട്ടെ, ആരായാലും ശരി, അവനെ തുറങ്കിലടയ്ക്കുവാനുള്ള ഒരു നിയമം അല്ലെങ്കിൽ തുറങ്കിലടയ്ക്കുവാനുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാവണം. അതിന് വേണ്ടപ്പെട്ട നിയമപാലകർ ആരാണോ അവരത് ഉത്തരവാദിത്തോടു കൂടി ചെയ്യുകയും ചെയ്യണം. ഇനി മറ്റൊന്ന്, ഇത് ചെയ്തിരിക്കുന്നത് ഒരു BJP കാരനാണ് എങ്കിൽ അവനെ ഇരട്ട ശിക്ഷ കൊടുക്കണം. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്നു ഭീഷണിപ്പെടുത്തുന്നു, അതുപോലെ തന്നെ മോശമായ കേട്ടാലറയ്ക്കുന്ന തരത്തിലുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നു. മറ്റൊന്ന്, അത് മനഃപൂർവ്വം മറ്റൊരു സമുദായത്തിൻ്റെ തലയിൽ കെട്ടിവെക്കപ്പെടാം എന്നറിഞ്ഞുകൊണ്ട് സമൂഹത്തിനിടയിൽ ഒരു ചേരിതിരിവുണ്ടാക്കാൻ ഉള്ള ഒരു ശ്രമം കൂടി അയാൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, അത് BJP കാരനായാലും ശരി, കോൺഗ്രസ്സുകാരനായാലും CPM കാരനായാലും, ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും അവനെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം അവൻ്റെ പിന്നിലാരുണ്ട് എന്നുകൂടി ചിന്തിക്കുവാനും അവരെ മനസ്സിലാക്കുവാനും അവരെ കൂടി ഉള്ളിലാക്കുവാനുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാവണം. കാരണം ഇത് BJP കാരനായ മോദിയെ തെറി പറഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ, അതാര് എന്നുള്ളതല്ല, ആരായാലും അവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ കൊടുക്കുക തന്നെ വേണം.